വെള്ളാപ്പള്ളി നടേശനെ വിവാദ പുരുഷനാക്കുവാനായി കേരളത്തിലെ മതേതരമെന്ന് സ്വയം പുകഴ്ത്തുന്ന രാഷ്ട്രീയ മതജീവികളും അവരെ ചാരി നിന്ന് ജീവിക്കുന്ന നിരവധി മാധ്യമങ്ങളും ശ്രമിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തിനെതിരെ സംസാരിക്കുമ്പോൾ ചില വനിതാ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ അലക്കി എന്നും ഉടുത്തു എന്നും കുൽസിത കുമാരിമാരും കുമാരന്മാരും സോഷ്യൽ മീഡിയയുടെ പിന്നാമ്പുറങ്ങളിൽ പാടി നടക്കുന്നുമുണ്ട്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് സമുദായ അംഗങ്ങളോട് പറഞ്ഞത്? ഒന്ന്, താൻ പ്രതിനിധാനം ചെയ്യുന്ന ഈഴവ കമ്മ്യൂണിറ്റി ഒന്നിച്ചു നിൽക്കണമെന്നും ഈഴവർ രാഷ്ട്രീയ ശക്തിയാകണം എന്നുമാണ് ആദ്യ നിർദ്ദേശം. രണ്ട്, സമുദായത്തിന് അർഹമായ അംഗീകാരം നൽകുന്നവരെ പിന്തുണയ്ക്കുകയും സ്വാധീനമുള്ള മേഖലകളിൽ അധികാരത്തിലെത്താൻ സാധിക്കുകയും വേണം. മൂന്നാമതായി വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം സമുദായത്തിന് ഇടതു വലത് സർക്കാരുകൾ നൽകി വരുന്ന അതീവ പ്രാധാന്യത്തെക്കുറിച്ചാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്ന നിർദ്ദേശങ്ങൾക്ക് കാത്തുനിൽക്കുന്ന സർക്കാരുകളുടെ രീതിയെ അദ്ദേഹം നിശിതമായി വിമർശിക്കുന്നു. സ്കൂൾ സമയക്രമത്തിലെ സമസ്തയുടെ ഇടപെടലുകളും നിലപാടും വെള്ളാപ്പള്ളി വിമർശിച്ചു. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രമുഖ ജാതിയുടെ നേതാവ് എന്ന നിലയിൽ തൻ്റെ സമുദായത്തിന് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായ വീക്ഷണം തൻ്റെ സമുദായങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും സർക്കാരുകൾ മറുവശത്ത് നടത്തി വരുന്ന ഒരു മതത്തോട് മാത്രമുള്ള പ്രീണന സ്വഭാവം തുറന്ന് കാണിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി വിമർശന വിധേയനാകേണ്ടത്? സ്വന്തം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വെള്ളാപ്പള്ളി പൊരുതിയില്ലെങ്കിൽ എങ്ങനെയാണ് സമുദായം അദ്ദേഹത്തെ നേതാവായി അംഗീകരിക്കുന്നത്? പക്ഷെ ഇതൊന്നുമല്ല കാര്യം. പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് പടപൊരുതുവാനുള്ള ആർജവം ഇല്ലാത്ത ഇടതുവലത് രാഷ്ട്രീയം അവരുടെ മുമ്പിൽ അശക്തരും നിസ്സഹായരുമാണ്. ഇത് ജനസമക്ഷം പറയുന്ന ഏതൊരു മനുഷ്യനെയും അവർ അടപടലം വിമർശിക്കും. അയാളെ മത തീവ്രവാദിയാക്കും, ജാതി ഭ്രാന്തനാക്കും. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനേക്കാൾ ഗംഭീരമായും വ്യക്തമായും ഇക്കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായ VS അച്യുതാനന്ദൻ ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 2010 ജൂലൈ 24 ദില്ലിയിൽ വെച്ച് ഏതാണ്ട് പ്രവചനം പോലെ പറഞ്ഞത് തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പായ NDF കേരളത്തിൽ നടത്താൻ ലക്ഷ്യമിടുന്ന മുസ്ലിം സമുദായത്തിന്റെ പൊടുന്നനെയുള്ള വളർച്ചയെക്കുറിച്ചും ഈ ലക്ഷ്യം കേരളത്തിനെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കുവാൻ ഉദ്ദേശിച്ചുമാണ് എന്നായിരുന്നു. പ്രേക്ഷകരെ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദരേഖ കേൾപ്പിക്കുന്നു. ആദ്യം NDF എന്ന പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ആളുകളെ ഇവർക്കെതിരാള് വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കുക, കാര്യമിട്ട് ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ. അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് പറയുകയുള്ളൂ. സംസ്ഥാന പോലീസിന്റെ റിപ്പോർട്ടും ഇന്റലിജൻസ് റിപ്പോർട്ടും അറിയുന്നത് മുഖ്യമന്ത്രിക്കാണ്. അങ്ങനെയാണെങ്കിൽ VS അച്യുതാനന്ദൻ പറഞ്ഞത് സത്യവും വെള്ളാപ്പള്ളി പറഞ്ഞത് അസത്യവും ആകുന്നത് എങ്ങനെയാണ്? തലയിൽ വെളിച്ചമുള്ളവർ ചിന്തിക്കണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായ വിഷയം എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് വരികയാണ്. കാലങ്ങളായി ഇടതുപക്ഷത്തിനെ തുണച്ചിട്ടുള്ള ഈഴവ വോട്ടുകളുടെ ചെറിയൊരു അംശമെങ്കിലും അതിൽ നിന്നും മാറി ചിന്തിച്ചാൽ വരാൻ പോകുന്നത് വൻ തിരിച്ചടിയായിരിക്കും. ഇതിനെ പ്രതിരോധിക്കാനാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് പ്രണയത്തിലായ മാധ്യമ ലോബികൾ വെള്ളാപ്പള്ളി നടേശനെതിരെ ആക്രമണം നടത്തുന്നത്. കേരളത്തിലെ പ്രമുഖ മുന്നണികൾക്ക് സ്ഥിരം വോട്ട് ബാങ്ക് പോകാതിരിക്കുകയും മറിച്ച് മതപ്രീണനം നടത്തി കിട്ടുന്ന വോട്ടുകൾ നിലനിർത്തുകയും വേണം. ഇതായിരുന്നു തുടർന്ന് വന്നുകൊണ്ടിരുന്ന ഇക്വേഷൻ. ഈ തന്ത്രം സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവർ മനസ്സിലാക്കിയാൽ ഇലക്ഷനിൽ വരാൻ സാധ്യതയുള്ള പിഴവും അതുവഴി നഷ്ടപ്പെടാൻ പോകുന്ന വോട്ടുകളും ഒരിക്കലും പരിഹരിക്കാൻ ബന്ധപ്പെട്ട കക്ഷികൾക്ക് സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് ഗുരുദേവ വചനങ്ങളുമായി വെള്ളാപ്പള്ളിക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ പ്രമുഖ രാഷ്ട്രീയ മത പണ്ഡിതർ അടുത്തു തന്നെ പുറത്തിറങ്ങും. ഇനി ഞങ്ങൾ പ്രവചിക്കുന്നു, വെള്ളാപ്പള്ളിക്കെതിരായ പ്രബുദ്ധരുടെ മുദ്രാവാക്യം ഇതായിരിക്കും: ഇത് കേരളമാണ്, മിണ്ടാതിരിക്കെ വെള്ളാപ്പള്ളി എന്ന്.